ഇരിക്കുക. വീട് പണിയും കല്യാണം തുടങ്ങുമ്പോൾ എന്തൊക്കെ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറയും. എല്ലാവർക്കും ആപത്തുകളൊക്കെ വരുമെന്ന് പറയും. നല്ലൊരു കാര്യം വീട്ടിൽ നടക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് ആപത്തുകൾ വരുമെന്ന് പറയും. അമ്മക്കിനി വരാനൊന്നുമില്ല, അമ്മക്കെല്ലാം വന്ന് തീ. എല്ലാവരും പണിക്കുള്ള തത്രപ്പാടിലാണ് കേട്ടോ. എല്ലാ കുടുംബശ്രീക്കാരും ഇവിടെ നിന്നാണ് എന്നെ ഒരുമിച്ച് പോകണേ എനിക്ക് തോന്നുന്നു. കുടുംബശ്രീ അല്ലേ തൊഴിലുറപ്പിനോട് അമ്മാരാണ് കേട്ടോ. അവരെല്ലാവരും ഇപ്പോൾ രാവിലെ ഇവിടെ വന്നിരിക്കുവാണ്. അപ്പോൾ നമുക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി ബാക്കിലാണ് വന്നിരിക്കുന്നത് വീടിൻ്റെ. അപ്പം അമ്മ എന്തോ കാര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എവിടെ അമ്മ പോണേ? രജിസ്റ്റർ ഓഫീസിൽ പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ കുറച്ച് കാര്യമായിട്ട് ഓട്ടമാണ്. നമ്മൾ വീട് വയ്ക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് പൈസ, രണ്ടാമത് ഓട്ടം. അപ്പോൾ നമ്മൾ അപ്പോൾ വീടിൻ്റെ അപ്ഡേറ്റ് ഒന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ ഇടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു വ്ളോഗായിട്ട് ഇടാം. ഞാൻ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യമൊക്കെ വരണമെന്നുണ്ട്. പക്ഷേ ഇപ്പം വീടിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പണിയൊന്നും ആയില്ല കേട്ടോ. എൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട് പണി എന്തിനായെന്ന് പറഞ്ഞു. പണിയൊന്നും ആയില്ല, ഒന്നും ആയില്ല. പണി സീരിയസ് ആയിട്ട് ഞാൻ പറയാം. പണി ഇനിയാണ് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വീടിൻ്റെ പൂശ് കഴിഞ്ഞാലാണ് പണി ഏറ്റവും കൂടുതൽ ഉള്ളത്. പ്ലംബിങ്, വയറിങ് വരച്ചിട്ടേ ഉള്ളൂ. ബാക്കി ഫിറ്റിങ്സ് ഉണ്ട്, പ്ലംബിങ്, ടൈല്, ബാത്റൂം, പിന്നെ ഉണ്ടല്ലോ കുറേ ഉണ്ടല്ലോ, പെയിൻറ്റിങ്, തടീന് ഫിനിഷ് ചെയ്യാണ്ട് കുറേ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ നടന്ന് ഞാൻ പറയാം. ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാൻ ഞാൻ, അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കിടന്ന് വളരെ ഷിസുവാണ്. ദാ ഇവിടെ സിമെൻറ്റ് കിടന്ന് അടി പിടി ബഹളം. മുത്തുമണി എന്തിനാണ് പ്രശ്നം നിന്റെ? പറ മുത്തുമണി. മണിക്കുട്ടി രാവിലെ കടിയാണ് കേട്ടോ. മണിക്കുട്ടി ചുക്കടി കടിയാണ് കേട്ടോ. ഭയങ്കര കടിയാണ് അവള്. കടിയാണ് അവളെ മെയിൻ. എന്താ ആണ് നമ്മളെ അടുക്കള. ഇതാണ് കേട്ടോ. നമ്മൾ പുറത്തൊരു അടുക്കളയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മറ്റേ വീഡിയോസ് ചെയ്യുന്ന പയ്യ വിഷ്ണു പാസി. എന്തിനാ കറി അമ്മച്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തിനറിയാം? ഹിന്ദിക്കാരെ കടലക്കറിയാണ്. എല്ലാവരും മണം വരുന്നുണ്ട്. മറ്റേ കടുകണ്ണേരൊക്കെ മണം വരുന്നുണ്ട്. കടുകണ്ണ നമ്മളെ ഷെൽഫാണ്. ഇല്ല ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് പഴയ വീട്ടിൽ ഞാൻ ഇങ്ങനെ വീട്ടിൻ്റെ ബാക്കിൽ ഇരുന്നാണ് കാപ്പി കുടിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര രസമാണ് ബാക്കിൽ ഇരുന്ന് കാപ്പി കുടിക്കാൻ. ഈ ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കാനായിട്ട് ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ ഇരുന്ന് കാപ്പി കുടിക്കുക. ഇത് കാറ്റൊക്കെ ഉണ്ട്. എങ്കിലും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കൊള്ളാമല്ലോ. നമ്മളവിടെ ഡൈനിങ് ടേബിളൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വെട്ടമില്ല പഴയ വീട്ടിൽ. എനിക്കിപ്പോൾ പറഞ്ഞു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ 2 ഓടിങ്ങനെ ഇളവ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അന്നിങ്ങനെ കാറ്റടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് കാപ്പി കുടിക്കാം കേട്ടോ. കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കടലക്കറിയും അപ്പം കടലക്കറി റെഡി. എല്ലാരും അറിഞ്ഞെന്ന് തോന്നുന്നു വീട്ടിൽ കടലക്കറി വെച്ച കേട്ടാ. എല്ലാരും അറിഞ്ഞെന്ന് തോന്നുന്നു വീട്ടിൽ കടലക്കറി വെച്ചത്. അപ്പൊ ഇതിനെ ഇങ്ങനെ വേർപിരിച്ചെടുക്കാൻ പറ്റൂലേ അമ്മ? പൊട്ടിപ്പോയി. അപ്പൊ ഇത് ഇങ്ങനെ തിന്നണത് എല്ലാം കൂടെ ഒരുമിച്ച്. ഇതിപ്പം ഈശ്വര ഇത് ചൂട്. കറി കൊള്ളാം, പക്ഷെ അപ്പം പണി കിട്ടി കേട്ടോ. അപ്പം എല്ലാം യോജിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചരി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒട്ടിപ്പോയത്. അപ്പം എല്ലാം ഒരുമിച്ച് പോയി. സയാമീസ് അപ്പോളാണ് തോന്നുന്നു. ഒന്നും ഇളവുന്നില്ല. ഇതെല്ലാം കൂടെ ഒരു ചുരുട്ടും ഒരു പിടിയോടെ കഴിക്കാനേ പറ്റുള്ളൂ എന്നാണ് തോന്നണം. എവിടെ പോയി? നമ്മളും 10 മണിക്കല്ലേ പോണോ? അമ്മ നമ്മളും 10 മണിക്കല്ലേ പോണോ? 10 മണിക്കാണ് നമ്മളും പോണം കേട്ടോ. ഒരു യാത്രയുണ്ട്. ഏറ്റവും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കണ്ട. അപ്പം ഈ സെന്റർ എല്ലാവരും ഒരുമിച്ച് പോയി ഉണ്ടാ. സൈഡ് ഞാൻ പിച്ചെടുത്തു. പക്ഷെ സെന്ററാണ് എടുക്കാൻ പാട്. കണ്ടാ ചെറിയ കപ്പ് ചായയാണേ. ഇത് എന്തിനാണ് നമ്മ പടിയിലാണ് വെച്ചാണ് കേട്ടോ. ഇനി വേറെ വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും വെച്ചേക്കണം എന്നൊന്നും പറയരുത്. വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ ബാക്ക് പടിയില്ലേ അമ്മ? ബാക്ക് പടി. ചെറുക്കൻ വന്ന് കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവനുള്ളൊരു 3 അപ്പം കാത്തിരിപ്പുണ്ട്. അപ്പോൾ അത് കൊടുക്കും. അതുപോലെ തന്നെ ഇവൻ്റെ മുതുകത്ത് എന്തോ പറ്റിയട്ടാ. ഫസ്റ്റ് ക്ലിപ്പിൽ കാണിച്ച് നടക്കണം. അവൻ്റെ മുതുകത്ത് എന്തോ ഒരു അലർജിയാണ്. ഇന്നലെ ഡെറ്റോളൊക്കെ ഇട്ട് കഴുകിയാണ്. പക്ഷെ അതിന് മാറ്റമില്ല. ഇനി ഇതിന് വല്ല ഗുളിക ഉണ്ടെന്ന് കമൻറ്റ് ഇടണേ. അതിനിടയ്ക്ക് പാക്കുമാമി അവിടെ ഇരിപ്പുണ്ട്. പാക്കുമാമി എല്ലാരും കിട്ടി.
അപ്പൊ നമ്മളിനി എങ്ങോട്ടാ പോണ പരിപാടി? കന്യാകുളങ്ങര. അപ്പൊ വീടിന്റെ ഒരു ആവശ്യത്തിനായിട്ടാണ് പോണ കേട്ടോ. അപ്പൊ നമ്മള് വീട് പണി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളാവും? ഒരു വർഷം ആവാറായി. ഒരു വർഷമായി. കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട് പണി തുടങ്ങിയതിന് ശേഷം തുടങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പൊ പാല് വെച്ച് കഴിഞ്ഞല്ലേ. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാ വീട് പണിയായി, പുരവാസ്തു എന്നൊക്കെ പറയണം. പുരവാസ്തു നമ്മളെ വിളിക്കണം, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. വീട് പണി കഴിഞ്ഞ് പാലേച്ചാകുമ്പോൾ നമ്മൾ എല്ലാവരെയും വിളിക്കും. കാരണം നിങ്ങളെന്ന് സപ്പോർട്ടാണ് നമ്മളെ 10 പേര് അറിഞ്ഞതല്ലേ. അത് നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ വീട് പണി ലേറ്റ് ആവുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. അതിപ്പോൾ പറയുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് യൂട്യൂബില്ലേ, മറ്റേതില്ലേ, മറിച്ചില്ലേ, നിങ്ങൾക്ക് കോടികളില്ലേ എന്നൊക്കെ പറയും. അവനവൻ്റെ വീട്ടിൽ ഈ അവസ്ഥ വരുമ്പോഴേ അവനവന് മനസ്സിലാവും. നമ്മൾ പണിക്കുമ്പോൾ പോയി മറ്റു കാര്യങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റായി പോകണം. യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. വരുമാനം എത്രയെന്നൊക്കെ നമ്മളൊരു വീഡിയോയിൽ പറയുമല്ലേ. അപ്പം അതിനി അങ്ങനെയൊക്കെ പറയാമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ വീട് പണിയും കല്യാണവും തുടങ്ങുമ്പോൾ വേറെ എന്തിനാ പറയുമല്ലോ, വീട് പണിയും കല്യാണം എങ്ങനെ പിടിക്കുക. വീട് പണിയും കല്യാണം തുടങ്ങുമ്പോൾ എന്തൊക്കെ 2 പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറയും. എല്ലാവർക്കും ആപത്തുകളൊക്കെ വരുമെന്ന് പറയും. നല്ലൊരു കാര്യം വീട്ടിൽ നടക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് ആപത്തുകൾ വരുമെന്ന് പറയും. അമ്മക്കിനി വരാനൊന്നുമില്ല, നമുക്കെല്ലാം വന്ന് തീരാറായി. അതുകൊണ്ട് പിന്നെ ആപത്തിന്റെ നമുക്ക് സീനില്ല. അപ്പൊ ആപത്ത് ഞാനും കേട്ടിട്ടുണ്ടോ കേട്ടാ, ഇങ്ങനെ വീട് പണിയും കല്യാണം തുടങ്ങിക്കഴിഞ്ഞാൽ വരാറായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ നമുക്ക് പ്രശ്നം, പിന്നെ അതെല്ലാം സമയമാകുമ്പോൾ നടക്കും. ഇത് സമയം ഒന്നും നടക്കുന്നില്ല. കല്യാണത്തിന്റെ കേസല്ല, വീട് പണി. പിന്നെ ഇപ്പൊ മണിക്കുട്ടി ഉള്ളതുകൊണ്ട് നേരം പോകണം. മണിക്കുട്ടി, ഇതാണ് നമ്മളെ മണിക്കുട്ടിയുടെ ഒരു ദിവസത്തെ ഡെയിലി ലൈഫ് ഇടണം കേട്ടോ. കാരണം രാവിലെ എണീക്കുന്നു, പിന്നെ തൂക്കുന്നു, തുറപ്പെടുത്തോട്ട് ഓട്ടം, പയറ്, പിന്നെ ചെരുപ്പിലൊന്നും കടിയില്ല കേട്ടാ. കടിയില്ല, ചെരുപ്പെടുത്തോണ്ട് ഓട്ടം, ടെറസിന്റെ മണ്ടേക്ക് ഇറക്കാം. സുന്ദരിയാണ് അവള് കേട്ടാ. പൂവാള വണ്ടി വന്ന് നമുക്ക്. അമ്മ മാത്രല്ല ചിറ്റയുണ്ട്, അതുപോലെ തന്നെ ഈ നാടിന്റെ രക്ഷകമുണ്ട്, സാരഥിയുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് പോവാം. എന്റെ സെന്റർ പഠിച്ചാണ് കേട്ടാ. എന്റെ ഉറപ്പിലാണ്. കല്യാണം എന്നല്ലയാ അടുത്ത വർഷം. ഇതാണ് ആധാർ എടുത്ത ഓഫീസേ. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് പരിപാടികളൊക്കെ ചെയ്യാനുള്ളത്. ഇവിടെ നല്ല അപ്പുറത്ത് പോണം. ഈ സ്ഥലത്തിന്റെ പേരെന്താ? കന്യാകുളങ്ങര. ക്ലാസ് കഴിഞ്ഞാ? നിങ്ങൾ 2 പേരെ കാണിച്ചാ പോരെ? വീഡിയോ കാണിച്ചാ പോരെ? 3 പേരെ വീഡിയോ കാണിച്ചാ പോരെ? വിരള് പതിച്ച് കേട്ടാ. അപ്പൊ ഇനി 12 വർഷത്തേക്കാണ്ട് വീടും ആർക്കും കൊടുക്കാൻ പറ്റില്ല. ആ എന്തോ സെറ്റപ്പാണിത്. ഇനി രണ്ടാമത്തേനെ നമുക്ക് പതിപ്പിക്കാം. അപ്പം നമ്മൾ ഇവിടെ നിന്നപ്പോൾ ആവശ്യം പോലെ മാങ്ങ പഴുത്തിറങ്ങണം കേട്ടാ. പക്ഷെ പറിക്കാൻ ഒരു വഴിയില്ല. എന്തിനാണ് മറ്റുള്ളവരുടെ വീട്ടിൽ കയറി പറിക്കണേ നിങ്ങൾ ചോദിക്കാം. പക്ഷെ താളിമാങ്ങ കണ്ടിട്ടൊന്ന് പറിച്ച് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ, ഒന്ന് പറിച്ചിട്ടുണ്ട്, ഇനി വീട്ടുകാരുണ്ട് കഴിഞ്ഞാൽ തീർന്നു. വീട്ടുകാരുണ്ട് കഴിഞ്ഞാൽ പരാതി കൊടുക്കും. സെറ്റാണ് കേട്ടാ. താളിമാങ്ങ ഉപ്പ് പിന്നെ മുളക് പൊടികളെ കൂട്ടി പിടിയുണ്ട്, ഇടിച്ച് പൊട്ടിച്ചിട്ട് പിച്ചാത്തിയൊക്കെ ഉണ്ടല്ലേ അണ്ണാ. ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്താ കേട്ടാ? കന്യാകുളങ്ങര. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടാ. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. ഉതിരപ്പട്ടി. ഇത് ഉതിരപ്പട്ടിയാണ് കേട്ടോ സ്ഥലം. അങ്ങനെ നമ്മൾ അടുത്ത രജിസ്റ്റർ ഓഫീസിലോട്ട് പോകണം. രജിസ്റ്റർ ഓഫീസിൽ ഇവിടെ നിന്നും കിട്ടി കേട്ടോ തള്ള വിരലൊരു ഒപ്പ്. പക്ഷെ അവർ ഇട്ട ഉടനെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ തന്നു കേട്ടോ. നല്ലൊരു ചേച്ചി. സബ് രജിസ്ട്രാർ കാര്യാലയം കന്യാകുളങ്ങര. ഇവിടെയാണ് കേട്ടോ പരിപാടി. ഇവിടെയാണ് നമുക്ക്. പുകവലി നിരോധിത മേഖലയാണ് കേട്ടോ അവിടെ. നല്ലൊരു കാര്യമാണ് എഴുതി വെച്ചേക്കുന്നത്. ഈ ഒരു കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ഇടണേണ്ട. ഈ ഒരു സാധനം കണ്ട ടേസ്റ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ കൊച്ചു കുരുവിയൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. പരിപാടി കൊള്ളാം കേട്ടോ. അത് ചെമ്പകമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഇത്. പക്ഷെ ഇത് ചെമ്പകം അല്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കടലാസ് കടി. ചെമ്പകമാണോ? വണ്ടി ഒന്ന് അടുത്ത് പോയി നോക്കട്ടെ. ചെമ്പകം തന്നെ കേട്ടോ അത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങുന്നു. എന്തോ സംഭവം വീടിൻ്റെ കാര്യത്തിൽ എഴുതാൻ വന്നതാണ്. പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വർഷത്തേക്ക് നമുക്ക് വീട് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം പഞ്ചായത്ത് വേണ്ടേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി 12 വർഷത്തേക്ക് വീടൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ 12 വർഷത്തേക്ക് വീട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വീടും പുരടും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളെ മണിക്കുട്ടിയാണ്. മണിക്കുട്ടിയായി
അയ്യോ മക്കളെ മണിക്കുട്ടി എന്തൊരു പൊണ്ണേ പൊണ്ണേ മണിക്കുട്ടിയെ